ഗൈസ് ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പൊ ഇന്നത്തെ കരിയർ ടോക്ക് നമ്മോടൊപ്പം ഉള്ളത് ബുഷ്രയാണ്. ബുഷ്ര, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, ബുഷ്രയുടെ വീട് എവിടെയാണ്? ഞാന് കൊല്ലം ജില്ലയിലെ കുളപ്പാടം. കൊല്ലമാണ്. അതെ, കൊല്ലം. ഓക്കെ ഓക്കെ. സോ അപ്പോ ഏത് കോഴ്സ് അവോധ ചൂസ് ചെയ്തിരുന്നേ? ഞാൻ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചൂസ് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ. സോ അപ്പോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? മെയിൻലി ഇപ്പം എനിക്ക് വലിയൊരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാനുള്ള സമയതാമസം കാരണം അവോധയിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുള്ള കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ BA ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് പെട്ടെന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്ന് തോന്നി. അതുകൊണ്ട് അതെടുത്തു. എടുത്തിരുന്നു. ഓക്കെ. സോ അപ്പോ BA ഹിസ്റ്ററിയിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നപ്പോ എന്തേലും പഠിക്കാൻ പാഠം വല്ലതും തോന്നിയിരുന്നോ? കരിക്കുലത്തിൽ വല്ലോ? അത് അവോധയുടെ ക്ലാസ്സുകൾക്ക് വളരെ താങ്ക്സ്. കാരണം അത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ്. എസ്പെഷ്യലി ജോസഫ് സാറിന്റെ ക്ലാസ് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ആ സാറിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. അങ്ങനെയാണ് എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാനായിട്ട്. ക്ലാസ്സുകൾ നല്ല മനസ്സിലാവുന്ന നല്ല ക്ലാസ്സുകളാണ്. സോ അപ്പോ ജോസഫ് സാർ ആരാന്നറിയാമോ? ഞങ്ങക്ക് ക്ലാസ് എടുക്കുന്ന സാറിനെ അതിനകത്ത് ആ ഓഡിയോയിൽ പറഞ്ഞ് കേട്ട പരിചയമേ ഉള്ളൂ. അല്ലാതെ ആരാന്ന് പോലും അറിയില്ല. ഓക്കെ. അപ്പൊ ജോസഫ് സാറാണ് അവോധയുടെ സിഇഒ. ഓക്കെ. 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 ആഹ് അപ്പൊ ക്ലാസ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ജോസഫിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ബേസിക്സ് തൊട്ട് തന്നെ പഠിപ്പിക്കുന്നില്ലേ? അതെ, ബേസിക് തൊട്ട്. നമുക്കിപ്പം ഒരു ക്ലാസ്സില് കേറി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കില് നെക്സ്റ്റ് ക്ലാസ്സില് ആ ഡൗട്ടിന്റെ ഉത്തരവായിട്ടായിരിക്കും ആ ക്ലാസ് വരുന്നേ. ആഹ്. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു പഠിക്കാൻ. ഓക്കെ. അപ്പൊ ക്ലാസ്സിന് ശേഷം ഇപ്പോ ബുഷർ കറന്റ്ലി എന്ത് ചെയ്യാണ്? ഞാനിപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുവാണ് സ്കോർപിയോൺ ഫിക്സില്. സ്കോർപിയോൺ ഫിക്സിൽ. ഓക്കെ. അപ്പം എത്ര ടൈമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 1/2 വീക്ക് ആവുന്നതേ ഉള്ളൂ. ആവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനുണ്ട്? കമ്പനിയുടെ സൈഡിൽ നിന്ന് എങ്ങനുണ്ട്? അവര് കറക്റ്റ് ടൈമില് വർക്കൊക്കെ തരുന്നുണ്ടോ? അതെ, കറക്റ്റ് ടൈമില് വർക്കൊക്കെ തരുന്നുണ്ട്. അവര് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു സ്കോർപിയോൺ ഫിക്സ് യുഎഇ ബേസ്ഡ് കമ്പനിയാണല്ലേ? അതെ, UAE ബേസ്ഡ് അപ്പൊ കമ്പനിയാണ്. അതുകൊണ്ട് വർക്ക് ഫ്രം വർക്ക് ഫ്രം ഹോം ഹോം. ആണ്. വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണ്. ആ. ഓക്കെ. സോ അപ്പോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? അറ്റൻഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ 80% ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. സോ അതിന് അപ്പൊ മുമ്പ് എന്താണ് എനിക്ക് ഒരു ഓഫർ വന്നത്. ഏഹ്? ഡയറക്റ്റ് പ്ലേസ്മെന്റ് കോൺടാക്ട് ചെയ്യായിരുന്നോ? അതെ, കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. കോൺടാക്ട് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ. സോ അപ്പോ ഈ കോഴ്സ് എടുക്കുന്ന ടൈമില് ഫീ സ്ട്രക്ചർ കേട്ടിട്ടുണ്ടല്ലോ. 2800 എന്നൊരു ഫീ സ്ട്രക്ചർ. സോ അപ്പോ അതെ. എന്താ തോന്നിയിരുന്നത്? രൂപയ്ക്ക് ഈ കോഴ്സ് പഠിച്ചാ ഉപകാരപ്പെടുമെന്ന് തോന്നിയിരുന്നോ? തീർച്ചയായും അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അതൊക്കെ മാറി. നമുക്ക് ആഹ്. പ്രൈസ് വാല്യൂ ആവുംന്ന് തോന്നി. ഓക്കെ. സോ അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ടൈമില് എങ്ങനാ അവോധയെ പറ്റി അറിഞ്ഞത് എങ്ങനാ? ഞാൻ എന്റെ ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. അപ്പം എന്റെ ഫ്രണ്ട് അതിനകത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ല, മെഡിക്കൽ കോഡിംഗ് അവള് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുവഴിയാണ്. അപ്പൊ അവളെ ചേർത്ത ഒരു ചേട്ടൻ വഴിയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്തതാ. അങ്ങനെയാണ് എന്റെ ജോയിൻ ഫ്രണ്ട് വഴി ചെയ്തത്. അറിഞ്ഞത്. അതെ. ആ. ഓക്കെ. അപ്പോ ജോയിൻ ചെയ്യുന്ന ടൈമില് ഫാമിലിയുടെ അടുത്ത് കാര്യം പറഞ്ഞതല്ലേ? ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ അബോധയില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അബോധയില് ചെയ്യാൻ പോണു. അപ്പം അവരുടെ അഭിപ്രായം എന്തായിരുന്നു? അവര് ഫസ്റ്റ് ടൈം ഓൺലൈൻ അല്ലേ. ഒബ്വിയസ്ലി വീട്ടുകാർക്ക് ഓൺലൈൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും ടെൻഷൻ. പിന്നെ നമ്മള് കണ്ടിട്ടില്ലാത്ത ആൾക്ക് ക്യാഷ് കൊടുത്തു. അങ്ങനെയൊക്കെ പറയുമ്പം അവർക്കെല്ലാർക്കും ടെൻഷനായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ക്ലാസ് കേൾക്കുമ്പോ എന്റെ വീട്ടുകാരെ ഒപ്പം ഇരുത്തുമായിരുന്നു ആദ്യത്തെ ക്ലാസ്സിനൊക്കെ. അപ്പൊ ആ ഇന്റർവ്യൂസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും അവർക്കും ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയി. ആദ്യം കുഴപ്പമായിരുന്നു. കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. അതായത് നമ്മളിപ്പം ഒന്നും അറിയാതല്ലേ ജോയിൻ ചെയ്യുന്നേ. യാഹ്. ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതൊക്കെ ക്ലിയർ ആയി. ഓക്കെ. അപ്പോ ഇന്റേൺഷിപ്പ് കിട്ടിയപ്പം അവര് ഹാപ്പി അല്ലേ? അതെ, ഹാപ്പിയാണ്. ഓക്കെ. സോ അപ്പോ ബുഷ്ര ഓൺലൈൻ ക്ലാസ് കാണുമ്പോ എന്തേലും ലിമിറ്റേഷൻസ് കാര്യങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ഫിസിക്കൽ ക്ലാസുമായിട്ട് അല്ലെങ്കിൽ ഓഫ്‌ലൈനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ? ആ അത് ജസ്റ്റ് ഒന്ന് നമുക്കിപ്പോ ഈ അനലിറ്റിക്സിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കിന് കുറച്ച് ഡൗട്ട്സ് കുറച്ച് കൂടുതലായി വന്നു. അപ്പൊ ഉം. നമുക്ക് ഈ ലൈവ് ക്ലാസ്സിനകത്തേക്ക് ഈ മെയിൽ അയക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ ആ മെയിൽ നമുക്ക് അയച്ചിട്ട് പെട്ടെന്ന് റിപ്ലൈ ഓക്കെ. വന്നില്ലായിരുന്നു. അപ്പോ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഇല്ല. ഉഷര അതാണ് എനിക്ക് എപ്പഴാ അതിനകത്തേക്ക് ക്ലാസ് കണ്ടോണ്ടിരുന്നത്? ഏത് ടൈമിലായിരുന്നു? ഫിനിഷ് ചെയ്തത് ഏഹ് എപ്പഴാണ്? ഫിനിഷ് ചെയ്തത് എപ്പഴാണ്? എത്ര മന്തായി? ഞാന് ഞാനിപ്പം
3 മാസം കഴിഞ്ഞു. 3.5 മാസം ആയി. 3.5 ഓക്കെ. മാസത്തോളമായി. അപ്പോ 9 അവർ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു നമുക്ക്. 9 അവർ ലൈവ് സെഷനിൽ എപ്പോ ജോയിൻ ചെയ്താലും നമുക്ക് ലൈവായിട്ട് ഡൗട്ട് ചോദിക്കായിരുന്നു. ട്യൂട്ടർ അവൈലബിൾ ആയിരുന്നു. ആയിരുന്നല്ലേ. യാഹ്. മെയിലിന് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. മെയിൽ നേരത്തെ ഉള്ളതായിരുന്നു. ഇപ്പൊ 9 അവർ ലൈവ് സെഷൻ അവൈലബിൾ ആണ്. സോ എനിക്ക് തോന്നുന്നു ബുഷിറയ്ക്ക് അറിവില്ലായിരുന്നു അല്ലേ അതിനെപ്പറ്റി? ഓക്കെ. അപ്പൊ ഇനി വരുന്ന സ്റ്റുഡൻസിനും അതൊരു അറിവായിക്കോട്ടെ. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് നമുക്ക് 9 അവർ ലൈവ് സെഷൻ ഉണ്ട്. എല്ലാ കോഴ്സിനും ഉണ്ട്. ഈ 9 അവറും ട്യൂട്ടർ അവൈലബിൾ ആണ്. മൺഡേ ടു സാറ്റർഡേ വരെ. സോ നമുക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. 10 AM ടു 7 PM വരെ ലൈവ് ഹോസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ. ഓക്കെ. അപ്പോ താങ്ക് യു. ഓക്കെ. ഓക്കെ. ഇപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് അറ്റൻഡ് ചെയ്തുകൂടാ അങ്ങനൊന്നുമില്ല. ഇപ്പോഴും അറ്റൻഡ് ചെയ്യാം. ഓക്കെ. നമുക്ക് ലൈഫ് ഓക്കെ. ടൈം അസിസ്റ്റൻസ് ആണ് വരുന്നതുകൊണ്ട് എപ്പോ ഡൗട്ട് വന്നാലും നമുക്ക് ഇന്റേൺഷിപ്പിലാണെങ്കിലും എപ്പോ ഡൗട്ട് വന്നാലും സെഷൻ അറ്റൻഡ് ചെയ്ത് ട്യൂട്ടറിനോട് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. 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 അപ്പോ ബുഷ്ര ഇത്രയോ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ. താങ്ക് യു. ഇത് മൈ വർക്കിംഗ് അവർ പ്ലഷർ. അല്ലേ? വർക്കിംഗ് അവറിൽ അതെ, വർക്കിംഗ് അവറാ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് കൂടുതൽ ടൈം എടുക്കുന്നില്ല. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. ഓക്കെ. താങ്ക് യു.